അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് പെട്ടെന്നുള്ള കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 സവോള, ഒരു 4 പച്ചമുളക് അരിഞ്ഞ് ഞാൻ ചീനിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി എണ്ണ ഒഴിച്ച് വഴറ്റാൻ പോകണം. ഇത് 1/4 കിലോ കൂണാണിത്. അപ്പോൾ അത് അരിഞ്ഞ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 തക്കാളി അരച്ചതുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനം ഉണ്ട്. പെട്ടെന്ന് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാക്കാം. അപ്പോൾ ഈ സവോള ഒരുമാതിരി പകുതി ആയിട്ട് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്ക് ഈ കൂണ് കൊണ്ടിട്ടാൽ മതി. 2 മൂപ്പിച്ചിട്ട് വേവിച്ചാൽ മതി. ഒത്തിരി വേവൊന്നുമില്ല. രണ്ട് തക്കാളി, 3 പച്ചമുളക് അരിഞ്ഞ് വഴറ്റാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കൂണ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണ് പിങ്ക് കൂണും സാധാരണ ചിപ്പിക്കൂണും കൂടിയാണ്. നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ തക്കാളി അരച്ചതും ലേശം മുളക് പൊടിയും ചേർത്താൽ മതി. ചപ്പാത്തിയെ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണത്. കൂൺ ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഇത് ഞങ്ങൾക്കൊന്ന് മൂടി വെച്ചെന്നാൽ അത് വറുത്ത് ഇരുന്നങ്ങ് വാടി വരട്ടെ. കുറച്ചങ്ങ് മൂത്ത് വരെ മൂടി വെക്കാം. നമ്മുടെ കൂണ് കണ്ട കൂണ് ഒന്ന് വഴന്ന് വന്നപ്പം വെള്ളമായി. കൂണിനകത്ത് വെള്ളമുണ്ട്. പ്രത്യേകിച്ച് കൂൺ അധികം കഴുകാനൊന്നുമില്ല. നമ്മൾ പച്ചമുളക് ചേർത്താണ്. അതുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും വേണ്ട. ഇതുകൂടെ ഒന്ന് മൂത്ത് വരണം. മുളകിൻ്റെ പച്ചപ്പൊക്കെ അങ്ങ് പോട്ടെ. ശരിക്കും മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി അരച്ചോ ചേർക്കാവുള്ളൂ. തക്കാളി അരച്ചോ അരിഞ്ഞോ ഇടാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ പരുവാകുമ്പോൾ നമ്മൾ തക്കാളി അരച്ചിടുക. കുറച്ച് സമയം ഒന്ന് മൂടിയിരുന്ന് ഇതിൻ്റെ വെള്ളം പറ്റി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ കുറച്ച് തേങ്ങാപ്പാലിട്ട് ഒഴിച്ചാൽ മതി. അടിപൊളി കറിയാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇത് മൂടിയിരുന്നാൽ മതി. എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ്